നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഇന്ത്യ ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ ഒരു പരമോന്നത റിപ്പബ്ലിക് രാജ്യമായതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. എന്താണ് റിപ്പബ്ലിക് ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത രാജ്യമായതിൻ്റെ ഓർമ്മക്കായി ജനുവരി 26-ന് ആഘോഷിക്കുന്നതിനെയാണ് റിപ്പബ്ലിക് ദിനം എന്ന് അറിയപ്പെടുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. വിശദമാക്കാം. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ. അങ്ങനെ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. എന്ന് പറഞ്ഞാൽ 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ആയിരുന്നു. അങ്ങനെ 1950 ജനുവരി 26-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുകയാണ്. അപ്പോൾ 47 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നുവെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടന ഇന്ത്യക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ നടത്തിപ്പിനും നിയമനിർമ്മാണങ്ങൾക്കും ഒക്കെയായി ഒരു ഭരണഘടന വേണ്ടതിൻ്റെ ആവശ്യകതയെ തുടർന്ന് 1947 ആഗസ്റ്റ് 29-ന് ഭരണഘടനാ നിർമ്മാണത്തിനുള്ള കരട് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ വെറും 141 ദിവസം കൊണ്ട് ആ ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറാവുകയും 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഇന്ന് ലോകത്തുള്ളതിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടന ഏതാണ്? അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടന ആണ്. ആ ഭരണഘടനയുടെ രീതി നിയമം അനുസരിച്ചാണോ എന്ന് ഭരണം നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് വേറെ വിഷയമാണ്. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭരണഘടന അതുപോലെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ?